വെൽക്കം ടു എജുപോർട്ട്. എല്ലാവരും ദേ ക്രിസ്മസ് എക്സാം തൊട്ടടുത്ത് എത്തി, നന്നാക്കി പഠിക്കായിരിക്കും. ഒരു പ്രഡിക്ഷൻ വീഡിയോ ആയാലോ? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് ദേ ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു തരട്ടെ. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ റെഡി ആണല്ലോ? നിങ്ങൾ എക്സാമിന് വേണ്ടി നന്നാക്കി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നോക്കിയോ, നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മീട്ടാസന്തര എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ് മിസ് പറയുന്നത്. നിങ്ങൾക്ക് ദേ ഇതേപോലെ ചിത്രം തരും. ചിത്രം തന്നിട്ട് എന്ത് നിങ്ങളുടെ അടുത്ത് ചോദിക്കും? ദാ ലിഗേ ക്യാ ക്യാ ഹേ, ചിത്രത്തിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിക്കും. അടുത്ത ചോദ്യം ഏതാണ്? അടുത്ത എന്താണ്? ലിഗേ കിസ്നെ കഹാ, ആരാണ് പറഞ്ഞിരിക്കുന്നത്? യുവതിയാണോ ലേഖകാണോ? കണ്ടോ, ആരാണ് പറഞ്ഞത്? എന്നിട്ട് ഇതിലെ കുറേ പറഞ്ഞ കാര്യങ്ങൾ തരും. നിങ്ങൾ എടുത്ത് എഴുതണം. ആരൊക്കെയാണ് ഇവിടെ? യുവതിയാണോ ലേഖകാണോ എന്ന് നിങ്ങൾ എഴുതണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. ഓക്കെ, അടുത്ത എന്താണ്? കഹാനി സേ ഗുസരേ പ്രസ്താവ് പർ, കഹാനിയിലുള്ള പ്രസ്താവനയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ശരിയായിട്ടുള്ള പ്രസ്താവനയിൽ ശരി കൊടുക്കുക, തെറ്റായിട്ടുള്ളതിൽ തെറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് കഥയിലെ ഒരുപാട് ഇങ്ങനത്തെ ഡയലോഗുകളൊക്കെ തരും. അതിൽ ശരിയായിട്ടുള്ളതിന് നേരെ ശരി, തെറ്റ്, ശരി നിങ്ങൾ കൊടുക്കണം. റെഡി ആണല്ലോ? നന്നാക്കി പഠിച്ചിട്ടില്ലേ? അടുത്ത ചാപ്റ്റർ ചലേം അല്ലെ? ചലേം ടുക്കു അമ്മ ചാപ്റ്റർ ഇല്ലായിരുന്നോ? ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യമാണിത്. നോക്കിയോ, ക്രമമേലികെ, ക്രമത്തിൽ എഴുതാനുള്ള ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കും, നിങ്ങൾക്ക് വരും. നന്നാക്കി പഠിക്കണം. ഓക്കെ ആണല്ലോ? ഇതൊക്കെ ക്രമം തെറ്റിച്ചിട്ടാണ് നിങ്ങൾക്ക് തരിക. എന്നിട്ട് നിങ്ങൾ അത് ക്രമത്തിലാക്കി ഒന്നാമത്തെ രണ്ടാമത്തെ എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഏതാണ്? സമർത്ഥൻ ഖരേം സഹി വാക്യ ചുൻകർ ലിഗേ, ഇവിടെ ചിത്രം തരും. എന്നിട്ട് നിങ്ങൾ ശരിയായിട്ടുള്ള ഇത് ചിത്രത്തിന് നേരെ ശരി കൊടുക്കുക. എന്നിട്ട് അതിന്റെ താഴെ എഴുതണം ഏതാണ് വാക്യം എന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് വാക്യങ്ങൾ തരും. ആ വാക്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എവിടെ എഴുതണം? ഈ ചിത്രത്തിന്റെ താഴെ ഇങ്ങനെ എഴുതണം. റെഡിയാണ്? കൺഫേം ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നന്നാക്കി തകർത്ത് പഠിച്ചോ എല്ലാവരും. നെക്സ്റ്റ് നോക്കിയേ, ലിഗേ ചിത്ര ക്യാ ക്യാ കർ രഹാ ഹേ, ചിത്രത്തിൽ എന്തൊക്കെയാണ് എന്ന് എഴുതണം. കണ്ട, ഒരുപാട് ചിത്രങ്ങൾ ഉണ്ട്. അത് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കും. റെഡി? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വന്നിട്ട് നോക്കിയേ, മിലേ സബ്കോ എന്ന ചാപ്റ്റർ ആണ്. മിലേ സബ്കോ ഒരു കവിത. എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് നോക്കിയോ. ഇതാണ് ആദ്യത്തെ ചോദ്യം നിങ്ങൾ കാണാൻ പോകുന്നത്. കവിത കാ ആശയ ലിഗേ, ആശയം എന്താണ്? ആശയമാണ്, കവിതയുടെ ആശയം. നന്നാക്കി പഠിച്ചില്ലേ മുത്തുമണികൾ എല്ലാവരും അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്യാ ക്യാ ചാഹിയേ, എന്തൊക്കെ ആവശ്യമാണ്? കണ്ടോ, എന്തൊക്കെ ആവശ്യമാണ് എന്നുള്ള ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കും. റെഡി അല്ലേ? എല്ലാവരും പഠിച്ചില്ലേ? യെസ്. അടുത്തത് ജീനെ കെ ലിയേ ക്യാ ക്യാ ചാഹിയേ, ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ റൗണ്ട് വരച്ചിട്ട് ഇങ്ങനെ എഴുതി തന്നിട്ടില്ലായിരുന്നോ മിസ്? മാനവ്, മനുഷ്യൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന്. സെറ്റ് ആണല്ലോ? യെസ്. നെക്സ്റ്റ് ജോഡേ ഓർ വാക്യ ലിഗേം, ജോഡിയാക്കിയിട്ട് വാക്യം എഴുതണം. കണ്ടോ, മാച്ച് ആയിട്ടുള്ളത് നോക്കുക, ഇങ്ങനെ എഴുതുക. ഇനി ഇവിടെ മാച്ച് ആക്കുക, ഇങ്ങനെ എഴുതുക. സെറ്റ് ആണല്ലോ? ജോഡിയാക്കുക. റെഡി? സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവിതാ സേ സമാൻ ആശയ വാലി പംക്തിയാം ചുൻകർ ലിഗേം, കവിതയിൽ നിന്ന് സമാനമായിട്ടുള്ള അർത്ഥം വരുന്ന വരി കണ്ടുപിടിക്കുക. പംക്തി എന്ന് പറഞ്ഞ വരിയാണ്. ഓക്കെ, ഒരേ അർത്ഥം വരുന്ന വരി ഏതാണ് എന്ന് കണ്ടുപിടിച്ച് എഴുതണം. റെഡി? നെക്സ്റ്റ് എന്താണ്? നമൂനെ ദേക്കേ, മാതൃക നോക്കിയിട്ട് നിങ്ങൾ ഗോൾ സേ ടൂൺ കർ ലിഗേം, ഈ ഗോളം ഈ റൗണ്ടിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ദേ ഇവിടേക്ക് എഴുതണം. പേട്, മരം, എന്ത് മരമാണ്? റോസ്, ഗുലാബ്, ഗുലാബ് എന്താണ്? മാച്ച് ആയിട്ടുള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എഴുതണം. ഇങ്ങനത്തെ ചോദ്യം നിങ്ങൾക്ക് വരും. കൺഫേം കൺഫേം കൺഫേം. ഓക്കെ, സെറ്റ് ആണല്ലോ? അപ്പം അടുത്ത ചാപ്റ്റർ ഏതാണ്? ഇച്ചു ഓർ ബിനിയ, ഇച്ചുവും ബിനിയയും ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വരുന്നത് നോക്കിയേ. ആദ്യത്തേത് കോൻ ബോല, ആരാണ് പറഞ്ഞത്? ഒരുപാട് ഡയലോഗുകൾ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഇച്ചു ആണോ ബിനിയയാണോ എന്ന് ചോദിക്കും. കോൻ ബോല, കോൻ ബോല. അപ്പൊ നന്നാക്കി പഠിക്കണം. ഓക്കെ, അടുത്തത് ഏകതാക്കേ മഹത് एकता में बल है, विषय पर പോസ്റ്റർ തയ്യാർ കരേം, പോസ്റ്റർ തയ്യാറാക്കണം. നന്നാക്കി പഠിച്ചിട്ടുണ്ടല്ലോ? പോസ്റ്റർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 100% ഷുവർ ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് വന്നിട്ട്
ടിപ്പണി ലിഖേ. നിങ്ങളുടെ അടുത്ത് മരത്തിനെ കുറിച്ചോ പക്ഷിയെ കുറിച്ചോ നദിയെ കുറിച്ചോ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ടിപ്പണി ചോദിക്കും. ടിപ്പണി ക്വസ്റ്റ്യൻ റെഡി ആണല്ലോ? ഓക്കെ മക്കളെ, അപ്പൊ നന്നാക്കി പഠിച്ചു വെച്ചോ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്നതാണ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. തകർത്ത് പഠിച്ചോ മക്കളെ. താങ്ക് യു.